ശഅബാൻ മാസത്തിലെ 15-ന് ബറാഅത്ത് രാവെന്ന് പേര് നൽകുകയും ആ ദിവസത്തിൽ ഒരുപാട് അനാചാരങ്ങൾ ഇന്ന് സമൂഹം ചെയ്യുന്നു. പലപ്പോഴും ഇന്ന് മുസ്ലിം സമുദായത്തിലെ ചില ആളുകൾ വിചാരിക്കുന്നത് ശഅബാൻ മാസത്തിലെ 15-ാമത്തെ ദിവസം ബറാഅത്ത് രാവ്, അന്നാണ് ഒരു വർഷത്തേക്കുള്ള ബജറ്റ് തീരുമാനിക്കപ്പെടുന്നത്, റിസ്ക് കണക്കാക്കപ്പെടുന്നത് എന്നൊക്കെ വിശ്വസിക്കുകയും വിചാരിക്കുകയും അങ്ങനെ പല രൂപത്തിലുള്ള അനാചാരങ്ങൾ ഇന്ന് നാട്ടിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് പല സ്ഥലങ്ങളിലും പല വിധത്തിലുള്ള ആചാരങ്ങളാണ് ശഅബാൻ 15-നുമായി ബന്ധപ്പെട്ട് നടക്കുന്നത്. അത് ഏതൊക്കെയാണ് എന്നാണ് എന്റെ സഹോദരങ്ങളെ ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത്. ഒന്നാമതായി, ഇന്ന് സമൂഹത്തിൽ നിലനിൽക്കുന്ന ഒരു അനാചാരം, ശഅബാൻ 15-നൊരു പ്രത്യേകമായ നോമ്പ്. ആ നോമ്പിനുള്ള പേരോ ബറാഅത്ത് നോമ്പ് എന്ന പേരിൽ ശഅബാൻ 15-ന് മാത്രമായി നോമ്പനുഷ്ഠിക്കുന്ന സമ്പ്രദായം ഇസ്ലാമിക പ്രമാണങ്ങളിൽ അതിന് തെളിവില്ല, രേഖയില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല, സഹാബത്ത് ചെയ്തിട്ടില്ല. എന്നാൽ എല്ലാ ഹിജ്റ മാസങ്ങളിലും അതിന്റെ 13, 14, 15 ദിവസങ്ങളിൽ നോമ്പെടുക്കൽ സുന്നത്താണ്. അത് ശഅബാനിൽ മാത്രമല്ല, ശവ്വാലിലും അതേപോലെ എല്ലാ അറബി മാസങ്ങളിലും ഹിജ്റ മാസങ്ങളിലും 13, 14, 15 ദിവസങ്ങളിൽ എന്താണ്? അയ്യാമുൽ ബീദാണ്, നോമ്പെടുക്കൽ സുന്നത്താണ്. ആ നിലക്കൊരാൾ നോമ്പെടുത്തപ്പോ യാദൃശ്ചികമായി ശഅബാൻ 15 വന്നു, അയാൾ ശഅബാൻ 15-ൽ നോമ്പെടുത്തു, അതിന് വിരോധമില്ല, അതിന് കുഴപ്പമില്ല. അത് അയ്യാമുൽ ബീദിൽപ്പെട്ട നോമ്പാണ്. സ്വാഭാവികമായും 13-നും 14-നും 15-നും നോമ്പെടുക്കുമ്പോ അത് ശഅബാൻ 15 വിടും, അതിന് വിരോധമല്ല. അതേപോലെ തന്നെ ദാവൂദ് അലൈഹിസ്സലാമിന്റെ നോമ്പായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച നോമ്പാണ് ഒന്നിടവിട്ട ദിവസങ്ങളിൽ നോമ്പെടുക്കുക എന്ന്. ഇന്ന് നോമ്പെടുത്താ നാളെ നോമ്പ് ഉപേക്ഷിക്കുക, എന്നിട്ട് അടുത്ത ദിവസം നോമ്പെടുക്കുക, ഇങ്ങനെ ഒന്നിടവിട്ട ദിവസങ്ങളിൽ നോമ്പെടുക്കുന്ന രീതി ദാവൂദ് അലൈഹിസ്സലാമിന്റെ സുന്നത്താണ്. ഞാനത് ഇഷ്ടപ്പെടുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരാൾ നോമ്പെടുക്കുമ്പോ യാദൃശ്ചികമായി ശഅബാൻ 15 വന്നാൽ ഇന്ന് ഞാൻ നോമ്പെടുക്കൂല എന്ന് പറയേണ്ടതില്ല, അയാൾക്ക് അന്ന് നോമ്പെടുക്കാം, അതിന് വിരോധമില്ല. ഇതൊന്നുമല്ലാതെ ഒരാൾ ശഅബാൻ 15-ന് മാത്രമായി ബറാഅത്ത് നോമ്പാണെന്ന നിലക്ക്, അന്ന് പ്രത്യേകം നോമ്പെടുക്കൽ സുന്നത്താണ്, പുണ്യമാണ് എന്ന നിലക്ക് നോമ്പെടുക്കുകയും മറ്റുള്ളവരെ നോമ്പെടുക്കാൻ വേണ്ടി പ്രോത്സാഹിപ്പിക്കുകയും കൽപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന ഏർപ്പാടില്ലേ, അത് അനാചാരമാണ്, ബിദ്അത്താണ്. ഇസ്ലാമിൽ അതിന് തെളിവില്ല എന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. ഇസ്ലാമിൽ അതിന് തെളിവില്ല, അങ്ങനെ ഒരു പ്രത്യേക നോമ്പില്ല. ആ നോമ്പെടുക്കുന്ന ആളുകൾ അതിന് ആധാരമെന്ന നിലക്ക് അവർ അതിനെ സാധൂകരിക്കാൻ വേണ്ടി ഒരു ഹദീസ് ഉദ്ധരിക്കാറുണ്ട്. ഏതാണ് ആ ഹദീസ്? ഇദാ കാനത്ത് ലൈലത്തുൻ നിസ്ഫി മിൻ ശഅബാന ഫഖൂമൂ ലൈലഹാ വസൂമൂ നഹാറഹാ. നോമ്പില്ലാന്ന് ചിലപ്പോൾ നിങ്ങൾ ആരോടെങ്കിലും ചെന്ന് പറഞ്ഞാൽ അവര് നിങ്ങൾക്കൊരു ഹദീസ് ഓതി തരും. ചിലപ്പോ വാട്സപ്പിൽ നിങ്ങൾ ആരോടെങ്കിലും പറയാണ് ഞാൻ ശഅബാൻ 15-ന് പ്രത്യേകമായിട്ടൊരു നോമ്പില്ല എന്ന് പറഞ്ഞാൽ ആരെങ്കിലും ചിലപ്പോ നിങ്ങളോട് പറയണെന്ത്? ഹദീസ് ഉണ്ടല്ലോ. ഏതാ ഹദീസ്? ഇദാ കാനത്തുൽ ലൈലത്തുൻ നിസ്ഫി മിൻ ശഅബാൻ, ശഅബാൻ മാസത്തിന്റെ 15 ഫഖൂമൂ ലൈലഹാ, അതിന്റെ രാവിൽ നിങ്ങൾ നിസ്കരിക്കണേ, വസൂമൂ നഹാറഹാ, അതിന്റെ പകലിൽ നിങ്ങൾ നോമ്പെടുക്കണേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് എന്ന് ആരെങ്കിലും പറഞ്ഞാൽ നിങ്ങൾ അവരോട് പറയേണ്ടത് ആ ഉദ്ധരിക്കപ്പെടുന്ന ഹദീസ് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞതല്ല, മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മേൽ കെട്ടിച്ചമക്കപ്പെട്ട ഹദീസാണ്. ഈ ഹദീസ് ഉദ്ധരിച്ചത് മഹാനായ ഇമാം ഇബ്നു മാജയാണ് ഈ ഹദീസ് ഉദ്ധരിച്ചിട്ടുള്ളത്. പക്ഷേ ആ ഹദീസ് സ്വീകാര്യമല്ല, അത് മൗദൂആയ ഹദീസാണ്, കള്ള ഹദീസാണ്. മഹാന്മാരായ
പണ്ഡിതന്മാർ അതിനെ സംബന്ധിച്ച് വളരെ കൃത്യമായി വിശദീകരിച്ചിട്ടുണ്ട്. ഈ ഹദീസ് സ്വീകാര്യമല്ല. മുത്തു നേതാവിന്റെ മേൽ ആരോ കള്ളം കെട്ടിച്ചമച്ച ഹദീസാണ്. അതിന്റെ സനദ് അള്ളാഹുവിന്റെ റസൂലിലേക്ക് എത്തുന്നതല്ല. അങ്ങനെ പ്രവാചകന്റെ മേൽ എന്തൊക്കെ കള്ളം ആരൊക്കെ ആരോപിച്ചിട്ടുണ്ട്. മഹാന്മാരായ മുഹദ്ദിസുകൾ അതിന്റെ നിജസ്ഥിതി അവർ വേർതിരിച്ചിട്ടുണ്ട്, ബോധ്യപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. അത് സ്വീകാര്യമല്ലെന്ന് ഉലമാക്കൾ പറഞ്ഞിട്ടുണ്ട്. കാരണം ഒരു ഹദീസ് സ്വീകരിക്കണമെങ്കിൽ അതിന് പല നിലക്കുള്ള മാനദണ്ഡങ്ങളും പണ്ഡിതന്മാര് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ആ ഒരു മാനദണ്ഡവും പാലിക്കപ്പെടാത്ത ഒരു റിപ്പോർട്ടാണ് ശഅബാൻ 15 രാത്രി നിസ്കരിക്കണം, പകല് നോമ്പെടുക്കണം എന്ന് പറയുന്ന റിപ്പോർട്ട്. അതുകൊണ്ട് മുസ്ലിം ലോകത്തിന് അത് സ്വീകാര്യമേ അല്ല. അതാണ് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് ശഅബാൻ 15 പ്രത്യേകമായി ഒരു കർമ്മവുമില്ല സഹോദരങ്ങളെ. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം, ഇമാം ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്ത സ്വഹീഹായ ഹദീസിൽ കാണാം, മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദുൻ. നമ്മുടെ കൽപ്പനയിലില്ലാത്ത ഒരു പ്രവൃത്തി ആരെങ്കിലും ചെയ്യുകയാണെങ്കിൽ അതിനെ ഒഴിവാക്കട്ടെ, അതിനെ തള്ളേണ്ടതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ബറാഅത്ത് രാവ് എന്ന പേരിലുള്ള രാവിനെയും അന്ന് ചെയ്യുന്ന അമലുകളെയും നമ്മൾ ഇതാ തള്ളുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പഠിപ്പിച്ചിട്ടില്ല.